എല്ലാവരും വർഷം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ ഇത് എല്ലാ ബൈക്കുകൾക്കും വരുന്ന ഒരു സർവീസാണ് നമ്മുടെ ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ നമ്മളേക്ക് എന്തായാലും നമ്മുടെ വണ്ടീൻ്റെ ടാപ്പറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള ടൂൾസും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിന് മറ്റൊരു പ്രശ്നം, നമ്മൾ സാധാരണ ബൈക്ക് ഉപഭോക്താക്കൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ വണ്ടിയുടെ ഹെഡിൽ നിന്നും ഓയിൽ ലീക്ക് ആകുക. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടി ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൻ്റെ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഹെഡിലുണ്ടാകുന്ന ലീക്ക്, സാധാരണ ഗിക്സറിന് വരുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ് ഹെഡ് ലീക്ക് ആവുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെളിയുണ്ട്. കാരണം നമ്മുടെ കിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ സിലിണ്ടറിൻ്റെ ഏരിയ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചെളിയുണ്ട്. നമ്മുടെ ചേസിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും ചെളിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹെഡിൽ നല്ല ലീക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജിക്സറിന് പൊതുവേ വരുന്നൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഹെഡിന് ലീക്ക് വരാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വാഷറിൻ്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ മുകളിലത്തെ നെറ്റിൻ്റെ അതിലാണ് ലീക്ക് വരുന്നത്. അപ്പോൾ അത് ഇതിലേ വരുന്നതെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് നമ്മളത് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹെഡിലുണ്ടായിരുന്ന ആ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. അതുപോലെ സിലിണ്ടറിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾ ഭാഗവും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കാരണം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് പൊടിയൊക്കെ വീഴും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കംപ്രസറിൻ്റെ പൈപ്പ് നയിച്ചെടുക്കണം. അപ്പോൾ 2 8mm ബോൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ അത് ലൂസാക്കി നമുക്ക് ആ പൈപ്പ് അയച്ചെടുക്കാം. അതുപോലെ നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു കണക്ടർ ഉണ്ട്, അത് നമ്മൾ ഊരി മാറ്റി. പിന്നെ നമുക്കൊരു ചെറിയ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കേബിളും ആ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈറ്റാക്കി വെക്കുവാണ്. കാരണം നമുക്ക് ഊരിയെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ്, തട്ടലും മുട്ടലൊന്നും ഉണ്ടാകാണ്ടിരിക്കാനാണ്. അതുപോലെ ഇതിനകത്ത് 2 4mm ബോൾട്ടുകൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ഹെഡിനെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ അത് നമ്മൾ അഴിച്ചു മാറ്റണം, എന്നാലേ നമുക്ക് ഹെഡ് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ആ കംപ്രസറിൻ്റെ 2 പൈപ്പിൻ്റെ ആ സ്ക്രൂകൾ, ആ ബോൾട്ടുകൾ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഹെഡൊക്കെ അഴിക്കാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി മെറ്റൽ വികസിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ലൂസാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് 4mm ആ ഒരു എല്ലങ്കി വെച്ചിട്ട് നമുക്ക് ആ ഹെഡിൻ്റെ 2 ബോൾട്ടുകൾ അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെ ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, വേറൊരു തരത്തിലാണ് ആ ഒരു ബോൾട്ട് വരുന്നത്. അടി മാത്രമേ ത്രെഡ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ലീക്ക് പൊതുവേ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ 2 ബോൾട്ട് നമ്മൾ അഴിച്ച് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ഹെഡ് അഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഈ ഒരു കംപ്രസറാണ്. അപ്പോൾ ഈ കംപ്രസർ നമുക്ക് എളുപ്പത്തിൽ അഴിച്ച് മാറ്റാം. ഒരു 10mm സ്പാനർ വെച്ച് നമുക്ക് ഇന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മുടെ കംപ്രസർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് അഴിച്ചു മാറ്റുന്ന ഒരു നിർബന്ധമില്ല, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് തടസ്സങ്ങളില്ലാതെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എല്ലാം അഴിച്ചു മാറ്റുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ ആ ഹെഡ് മുകളിലോട്ട് പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെഡ് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റും. വളരെ സിമ്പിളാണ്, ഒരുപാട് ടൈറ്റൊന്നും ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊക്കിയെടുക്കാനേ ഉള്ളൂ. പക്ഷേ ഇത് അഴിച്ചെടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് അതിനകത്തൂടെ ഊരിയെടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ വലത്തോട്ട് തിരിച്ചതിന് ശേഷം വേണം നമുക്കിത് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം അഴിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് അഴിക്കാൻ കിട്ടും. ആദ്യം അഴിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെഡ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 ടാപ്പറ്റുകളാണ് വരുന്നത്. ഒന്ന് ഇൻടേക്കിൻ്റെയും ഒന്ന് എക്സോസ്റ്റിൻ്റെയാണ്. അപ്പോൾ ഇൻടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർബറേറ്ററിൻ്റെ സൈഡിലുള്ള ആ ഒരു പൈപ്പ് വരുന്ന ഭാഗത്തായിരിക്കും നമ്മുടെ ഇൻടേക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ മുകളിലൊരു ആരോ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ എക്സോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിൻ്റെ അല്ലെങ്കിൽ സൈലൻസറിൻ്റെ അവിടെ വരുന്ന ആ ഭാഗത്തായിരിക്കും നമുക്ക് ടാപ്പറ്റ് വരിക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 ക്യാപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്യാപ്പ് അഴിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 10mm എല്ലങ്കി വേണം. അപ്പോൾ എൻ്റെ അടുത്ത് 10mm എല്ലങ്കി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു എല്ലങ്കി ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് അഴിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്പൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ടൂള്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. അതുപോലെ ഒരു മൈനസിന് സ്ക്രൂ ഡ്രൈവർ വേണം. അപ്പോൾ മുകളിലത്തെ 2 ക്യാപ്പ് നമ്മൾ അഴിച്ചു മാറ്റി. ഇനി വേണ്ടത് 19mm ഒരു ബോക്സ് സ്പാനറാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഉള്ളോട്ട് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മാർക്കിംഗ് കാണാൻ സാധിക്കും, ഒരു കട്ടിങ്. അതാണ് നമ്മുടെ ആ ഒരു ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട റെഫറൻസ് പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലൈ വീൽ ഉണ്ട്. നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലൈ വീൽ കടന്ന് തിരിയും. അതിനകത്തൊരു മാർക്കിംഗ് ഉണ്ട്. ആ റെഫറൻസ് പോയിൻറ്റും ഈ ഫ്ലൈ വീലിലുള്ള മാർക്കിംഗ് തമ്മിൽ ഒരേ അലൈൻമെൻറ്റിൽ വരണം. അപ്പോൾ ഇതുപോലെ ഒരേ ലെവലിൽ വന്നാൽ നമ്മുടെ ടൈമിങ്ങിൻ്റെ അത് കറക്റ്റ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. കറക്റ്റ് ലെവലിൽ തന്നെ വന്നിരിക്കണം, അത് മാറിപ്പോകാൻ പാടില്ല. അത് മാറി നമ്മുടെ ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയാവില്ല.
അപ്പോൾ അത് കറക്റ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അലൈൻമെൻറ്റിലാണോ എന്ന് നോക്കി കൺഫേം ചെയ്യുക. അതിനുശേഷം വേണം ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 8mm ഒരു റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഡബിൾ എൻഡ് സ്പാനറോ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഈ ഒരു ലോക്ക് നട്ട് ലൂസാക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോക്ക് നട്ട് കംപ്ലീറ്റ് ആയിട്ട് ഊരി മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയാൽ മതി ആ ലോക്ക് നട്ട്. അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനത് എളുപ്പത്തിന് വേണ്ടി, അതായത് വീഡിയോയിൽ ക്ലിയർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ലോക്ക് നട്ട് അഴിച്ച് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗേജ് വേണം. ഇതിന് ഫില്ലർ ഗേജ് അല്ലെങ്കിൽ തിക്നെസ് ഗേജ് എന്ന് പറയും. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം. ഏകദേശം ഒരു 250 രൂപ താഴെ വില വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അളവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് MM-ലുള്ള അളവുകളാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 0.35 mm എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ MM-ലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻടേക്കിൻ്റെ ആ ഒരു ടാപ്പറ്റ് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ലൂസാണ്. അത് നമ്മൾ ആ ലോക്ക് നട്ട് അഴിച്ചപ്പോഴാണ് ഇത്ര ലൂസായത്. സാധാരണ ഇതിൽ ചെറിയൊരു ലൂസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ തിക്നെസ് ഗേജ് അല്ലെങ്കിൽ നമ്മുടെ ആ ഫില്ലർ ഗേജിലുള്ള അളവാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇൻടേക്കിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.04 mm തൊട്ട് 0.08 mm വരെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു അളവ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 0.05 mm ആണ് എടുക്കുന്നത്. ആ തിക്നെസ്സിലുള്ള ആ ഒരു സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഒറ്റ സ്ലീവ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളിൽ കയറ്റി വെക്കും. നമ്മൾ ആ ടാപ്പറ്റിൻ്റെയും ആ സ്പ്രിങ്ങിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കയറ്റി വെച്ചിട്ട്, ആ വാൽവിൻ്റെ ഗ്യാപ്പിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ടൂൾസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം, നമുക്ക് കൈ കൊണ്ട് തന്നെ മാക്സിമം ടൈറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവ് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരത്തില്ല, അത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കും ഫ്രിക്ഷൻ കാരണം. അപ്പോൾ നമ്മൾ ടൈറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ആ ലോക്ക് നട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലോക്ക് നട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുമ്പം ചെറിയൊരു ലൂസ് വരും, അത് കുഴപ്പമില്ല, നമ്മുടെ ആ ക്ലിയറൻസിൽ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളത് വലിച്ചെടുക്കുമ്പോൾ, ആ സ്ലീവ് വലിച്ചെടുക്കുമ്പോൾ ഒരു പിടുത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ക്ലിയറൻസിൻ്റെ കറക്റ്റ് അളവ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആ ടാപ്പറ്റ് ഇളക്കി നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, കറക്റ്റാണ്, ചെറിയൊരു ഇളക്കമുള്ളൂ, അത് നമ്മുടെ ക്ലിയറൻസിൻ്റെ ഇളക്കാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൻ്റെ ആണ്. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈലൻസറിൻ്റെ അടുത്തുള്ള ടാപ്പറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആ ലോക്ക് നട്ട് നമ്മൾ ലൂസാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൂസാക്കി നമുക്ക് ഇതിനകത്ത് മെഷർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സോസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.12 തൊട്ട് 0.16 mm വരെയാണ്. അതായത് 0.12 mm തൊട്ട് 0.16 mm വരെയാണ് വരിക. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാൻ മാറിപ്പോരുത്. അപ്പോൾ നമ്മൾ 0.12 നമുക്ക് ഓൾറെഡി നമുക്ക് ഈ അകത്ത് ഗേജിൽ വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 0.13 സെലക്ട് ചെയ്യാം, അത് നമുക്ക് വരുന്ന ഒരു അളവാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ആ ക്ലിയറൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ 0.13 mm-ലാണ് നമ്മൾ ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻലെറ്റിൻ്റെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ എക്സോസ്റ്റിൻ്റെയും ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ചെയ്ത ആ പ്രൊസീജിയർ തന്നെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മളത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ സ്ലീവിൽ ഒരു ഫ്രിക്ഷൻ, നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലിയറൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ഇളക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ടാപ്പറ്റിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മുടെ ലീക്കിൻ്റെ ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അഴിച്ചെടുത്ത 2 ക്യാപ്പുകൾ നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക, ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനകത്ത് വാഷർ വരുന്നുണ്ട്. അപ്പോൾ ആ വാഷർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ ഒരു കട്ടിങ് ഉള്ള ടൈപ്പ് വാഷറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കൂടെ ഒരിക്കലും ലീക്ക് വരില്ല, ഓയിൽ ലീക്ക് ഒരു തരത്തിലും വരത്തില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്താണ് അനാബോണ്ട് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അനാബോണ്ട് നമ്മൾ മേടിക്കുമ്പം ഗ്രേ കളർ അനാബോണ്ട് തന്നെ മേടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ അനാബോണ്ട്, ഇതാണ് നമ്മുടെ ഗ്രേ കളർ അനാബോണ്ട് വരുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 60 രൂപ റേറ്റ് വരുന്നുണ്ട്. ചെറിയൊരു പാക്കറ്റ് മതി, ഇത് ധാരാളമാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഫുള്ളൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക, കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് കട്ട് ചെയ്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ആ ഹെഡ് നമ്മൾ തിരിച്ചിടുവാണ്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കയറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇടുക. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കത് ഇടാൻ പറ്റും. ഏകദേശം 15 മിനിറ്റ് എടുക്കും ഇത് സെറ്റ് ആവാനായിട്ട് ഈ ഒരു അനാബോണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ ഇട്ടാലും മതി. അപ്പോൾ നമ്മുടെ ഈ നെട്ടിന് അതിലെ കൂടെ പൊതുവേ ലീക്ക് വരാറുണ്ട്. അത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ അനാബോണ്ട് അതിൻ്റെ ആ വാഷറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് തൂത്ത് കൊടുക്കുക. ഇച്ചിരി അധികം അപ്ലൈ ചെയ്തെന്ന് വെച്ച് കുഴപ്പമില്ല, ഓവർ ആകാതിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ അനാബോണ്ട് ഉള്ളിൽ ഇറങ്ങി ജാം ആയിക്കോളും. അപ്പോൾ അതിലെ കൂടെ പിന്നെ ലീക്ക് വരത്തില്ല. അപ്പോൾ 2 നെട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ 2 നമ്മൾ ടൈറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ്. എല്ലാ സൈഡും ഒന്ന് വൃത്തിയാക്കുവാണ്. എക്സസ് ആയിട്ട് വന്നിട്ടുള്ള അനാബോണ്ട് നമ്മൾ വൃത്തിയാക്കി. അതിനുശേഷം നമ്മുടെ കംപ്രസറും കാര്യങ്ങൾ നമ്മൾ അഴിച്ചെടുത്ത എല്ലാ സാധനങ്ങളും തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി ചൂടായിരിക്കുന്ന സമയത്തൊന്നും ചെയ്യാൻ പാടില്ല. വണ്ടി നല്ലോണം തണുത്ത് കൂളായതിനു ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു വണ്ടി കൊണ്ട് നിർത്തി ഒരു 2-3 മണിക്കൂറിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഗ്നിഷൻ്റെ ക്ലിപ്പാണ് ഒന്ന്, മറ്റേ നമ്മുടെ സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ അത് 2 നമ്മൾ തിരിച്ചിടുവാണ്. പിന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു കണക്ടറും കൂടെ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാർഡിൽ വിടാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ല പുട്ടുപോലെ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ആ ടാപ്പിൻ്റെ നോയ്സും പോയി, ലീക്കിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഒരു തരത്തിലും പിന്നെ ലീക്ക് ആവത്തില്ല, അതിന് ഗ്യാരണ്ടി തരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അതുകൊണ്ട് എനേബിൾ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.